നമസ്കാരം, എൻ്റെ പേര് ശശാങ്ക്. ഉള്ളോണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നടക്കുന്നൊരു വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വേഴ്സസ് വിശ്വാസി സംഗമം. അപ്പോൾ അതാണല്ലോ വിഷയം. അതായത് വീണ്ടും ആ ഒരു ശബരിമല പ്രക്ഷോഭ കാലത്തെ പോലെ വിശ്വാസികളുടെ ഒരു സമൂഹം സ്വതന്ത്ര സമൂഹമായിട്ട് ഒരു പക്ഷവും, അതേപോലെ തന്നെ സർക്കാർ നടത്തുന്ന വേറൊരു ഷോ ഒരു സ്ഥലത്തും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് രണ്ടു വാക്ക് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 75ാം വാർഷികമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. അത് പ്രകാരമാണ് ഇത് നടത്തുന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് നടത്തുന്നത് കറക്റ്റ് ടൈമിംഗ് നോക്കിയിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ വിശ്വാസി വോട്ടുകൾ, അതായത് ശബരിമല വിഷയം കാരണം വളരെയധികം തിരുത്തൽ, വീട്ടുകളിൽ പോയി ക്ഷമാപേക്ഷ വരെ നടത്തേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിന്, ഇപ്പോൾ ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് അറിയാം ഇത്തവണ അവർക്ക് ആ വോട്ട് ബാങ്കുകൾ അവർ കൃത്യമായിട്ട് അത് പ്രീണിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസ വോട്ടുകൾ ചിതറിപ്പോയിട്ടുണ്ടെന്ന്. കാരണം ഇവരുടെ ഒരു പരിപാടി എങ്ങനെയാ വെച്ചാൽ, എലക്ഷൻ ഉള്ളവരെ നമ്മൾ എല്ലാ ഹിന്ദുക്കളും ഇവർക്ക് ഒരേപോലെ. അത് കഴിഞ്ഞാൽ ഇവർ വേറൊരു പരിപാടി തുടങ്ങും. അതായത് സംഘികൾക്കെതിരെയും, പിന്നെ ഹിന്ദു സംഘികളുടെ അലകലകാക്കും, വേറെ ആക്കും അവർ. എന്നിട്ട് ഇവരുടെ വിമർശനം മൊത്തം സംഘികൾക്കായിരിക്കും. എന്നിട്ട് അതിൽ മൊത്തം ഹിന്ദു വിരുദ്ധത കളിക്കിയിട്ട് കൊടുക്കലാണ് ഇവരുടെ ഒരു സ്കീം എന്ന് പറയുന്നത്. അവർക്ക് ഈ ഇലക്ഷൻ കഴിയുന്നവരെയാണ് നമ്മുടെ ഭൂരിപക്ഷത്തിലുള്ള ആളുകളുടെയും അവരുടെ വിശ്വാസത്തിലേക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ജനാധിപത്യം, ഭരണഘടന, അതേപോലെ തന്നെ മതേതരത്വം, എന്താ പറയുക, സംഘപരിവാർ, RSS അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള കുളങ്കലക്കൽ പരിപാടികളും, വിശ്വാസികളെ അപഹസിക്കലും, അതേപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളെ അപഹസിക്കലും, അതേപോലെ തന്നെ അമ്പലങ്ങളുടെ ആചാരങ്ങളെ അപഹസിക്കലും, അങ്ങനത്തെ പ്രസ്താവനകൾ ചെയ്യലുമാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇതൊരു ടൈമിങ്ങുള്ള കാലാവധിക്കനുസരിച്ചുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അയ്യപ്പൻ വേണം, വിശ്വാസികളും വേണം, എല്ലാവരും വേണം. കാരണം ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഒരുപാട് മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് ഈ ലോക്സഭ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാമത് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും ഇതേപോലെ അങ്ങോട്ട് മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ഇവരുടെ ഭരണത്തെയായിരിക്കും, ഇവർ കിട്ടുന്ന സീറ്റുകളായിരിക്കും. കാരണം നിഷ്പക്ഷ മതേതര ഹിന്ദു എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് എപ്പോഴും ഒരു വിചാരമുണ്ട്. അതായത് നമ്മളിവിടെ ജീവിക്കുന്നത് എന്തോ ഇവരുടെ ഔദാര്യത്തിലാണ്, അതുകൊണ്ട് നമ്മൾ ഇവരൊക്കെ വോട്ട് ചെയ്താൽ നമ്മൾ ഇവരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഉടനെ കൊണ്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അന്താരാഷ്ട്ര നിലവാരം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ വളരെയധികം ജനകീയനായ തോട്ട് പ്രോസസ്സാണ്. അടിസ്ഥാനപരമായ ആദർശപരമായിട്ട് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇവർക്ക് വിശ്വാസ സമൂഹമായിട്ട്, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസ സമൂഹം, അതായത് വിഗ്രഹ ആരാധന, അതേപോലെ തന്നെ പൂജാവിധികൾ, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളായി കാണുന്ന അടിസ്ഥാന തത്വ സിദ്ധാന്തത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതിൻ്റെ അയലത്ത് പോലും ഇതിനൊരു ആത്മാർത്ഥമായ രീതിയിൽ നോക്കിക്കാണാൻ കഴിയില്ല. അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിത്തട്ടാണത്. അതിലൂടെയാണ് ആ ഒരാൾ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലുള്ള നമ്മളെ ഈ വിശ്വാസങ്ങളൊന്നും അവർക്ക് ഒരിക്കലും ചേർത്ത് പിടിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, അവർക്കിപ്പോൾ ആവശ്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുമ്പോഴാണ് അവർക്ക് ഈ നിഷ്പക്ഷ ഹിന്ദു വിശ്വാസ സമൂഹത്തെ ആവശ്യമുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വാസമില്ല, ഹിന്ദു ഇല്ല, ഒന്നുമില്ല. പിന്നെ സംഘപരിവാർ, RSSും പറഞ്ഞ് എല്ലാം കലക്കുക, എല്ലാവരും എടുത്തിട്ട് അപഹസിക്കുക. ഈ ഒരു പ്രവണത മാത്രമേ എനിക്കിതിൽ കാണാനുള്ളൂ. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ട. പിന്നെ ഈ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞ് നടത്തുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ ഗുണമുള്ളൂ, ഈ ഹിന്ദു ധർമ്മത്തിന്, സനാതനത്തിന്. അതിൻ്റെ അട്ടിപ്പേരവകാശം ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അതിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും വേണം. അതിനെ സംരക്ഷിക്കാൻ നിഷ്പക്ഷമായിട്ടും ആത്മാർത്ഥതയോടെയും ആ വിശ്വാസത്തോടും വിശ്വാസമുള്ളവർക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസ സമൂഹം ഉള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും കൂടി അന്ന് അത്രയും വലിയ പ്രക്ഷോഭത്തിന് ആളുകൾ ഉണ്ടായത്. അതൊരു പ്രസ്ഥാനം മാത്രം കൊണ്ട് ഇറക്കിയൊന്നുമല്ല ആളുകളെ. അതെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഈ സംഘപരിവാർ, RSS അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ വിശ്വാസ സമൂഹത്തെ ഏറ്റവും കൂടുതൽ അപഹസിക്കുന്നതും അവഹേളിക്കുന്നതും കേരളത്തിലാണ്. ബാക്കി ഒരു സമുദായത്തിന് നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ കഴിയില്ല. ഒന്നാമത് ഇതൊരു മതമല്ല, ഇതൊരു ധർമ്മമാണ്. അപ്പോൾ അതിൻ്റെ അട്ടിപ്പേരവകാശം ഒരാൾക്കുമില്ല. ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചങ്ങായി വന്നിരുന്ന് പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധിയായിരുന്നു, അതുകൊണ്ടാണ്, അത് നേടിയത് ആരാണ്, ആ വിധി ആര് നേടിക്കൊടുത്താലും നിങ്ങൾക്ക് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അധികാരമുള്ളിടത്തോളം കാലം ഭരണഘടന ബാക്കിയുള്ളവർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ആരോ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ കയറ്റിക്കൂടെ? എന്താ ഇപ്പോൾ സുപ്രീം കോടതി വിധി വേണ്ടേ? അപ്പോൾ അതന്നെ ഞാൻ പറയണത്, ഈ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തോടും വിഗ്രഹാരാധനയോടും അന്ധവിശ്വാസങ്ങളായി കണക്ക് കൂട്ടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരാണ് ഇപ്പോൾ ഭരിക്കുന്നവർ. അവരെ ഒരിക്കലും ഇതിലേക്ക് ആത്മാർത്ഥതയായിട്ട് അവർക്കതിനെ കാണാൻ കഴിയില്ല. അവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തുകയാണ്. ഭൂരിപക്ഷ വിഭാഗത്തെ കേരളത്തിൽ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണിത്. ജാതീയ വ്യവസ്ഥ എന്നോ മാഞ്ഞു പോയൊരു കാലഘട്ടത്തിലും ഇന്നും ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് നായരായും ഈഴവനായും 10ഉം 16ഉം ജാതികളിൽ വിഭജിച്ച് കിടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ പ്രസ്ഥാനമാണ്. അങ്ങനെ ബ്രാഹ്മണന്മാർക്കെതിരെയാണ് നിങ്ങളുടെ പോരാട്ടം എന്നുണ്ടായിരുന്നത്. നിങ്ങൾക്ക് 2ഉം 3ഉം 10ഉം 16ഉം ജാതി സംഘടനകൾ എന്തിനാണ്, സമുദായ സംഘടനകൾ എന്തിനാണ്?
ഒരേ ഒരു സംഘടന ഹിന്ദു സമൂഹം ഈ വിശ്വാസ സമൂഹത്തിൽ എല്ലാവരും ഉണ്ട്. തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, തങ്ങളുടെ വിശ്വാസങ്ങളോട് കൂടെ നിൽക്കുന്നവരെ എന്നും പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ഈ ധർമ്മം സംരക്ഷിക്കപ്പെടണം. ഈ ധർമ്മം സംരക്ഷിപ്പിക്കാൻ ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഈ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഇവരുടെ ഈ ഭയപ്പെടുത്തലുണ്ടല്ലോ, ആ ഭയപ്പെടുത്തലിൽ നമ്മൾ വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിലുള്ള രാഷ്ട്രീയം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം സുപ്രീം കോടതി വിധി ഇവർക്ക് വരുന്ന വിധികൾ മാത്രമേ ഇവർക്ക് സ്വീകാര്യതയുള്ളൂ. ഇവർക്കെതിരായി വരുന്ന ഒരു വിധി ഇവർ സ്വീകരിച്ചിട്ടില്ല. എല്ലാ RSS സംഘപരിവാർ അജണ്ടയാണ്. എല്ലാവരും മോദി വിലക്കെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ സ്ഥിരം ഡയലോഗ്. അപ്പോൾ ഇവർക്ക് ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞത് ഇല്ല. അത് നമ്മൾ ബംഗാളിലും കണ്ടിട്ടുള്ളതാണ്, അതേപോലെ തന്നെ ഇവിടെയും കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഇവരുടെ വിരുദ്ധത എന്നുള്ളത്? ഏറ്റവും നന്നായിട്ട് ഭൂരിപക്ഷ വിരുദ്ധത കാണിക്കുന്ന, വളരെയധികം അത് ഐഡിയോളജിക്കലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, ഏറ്റവും നന്നായിട്ട് ഡെങ്കു മലേറിയ പോലെ സാധനത്തിന് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനെ അടക്കം ക്ഷണിക്കാൻ ധൈര്യപ്പെടുന്ന ഇവർക്ക് ഒരിക്കലും ദേവസ്വം ബോർഡ് അല്ലാണ്ട് അതിൽ വരുമാനം അല്ലാണ്ട് ഇവരടുത്ത് വേറെ ഒന്നും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വാസികൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.